പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ ഡെലിവറൻസ് പ്രയറും ബെഞ്ചരിഫുമാണ് നയിക്കുന്നത്. ഫാദർ ജോസഫ് വയലിൽ സിയുമായി. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം അവർ ഗലീലയ്ക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാച് ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട്, നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. ലഗിയോൻ എന്ന് അവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകുവാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് മേയുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കുവാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴുക്കാൻ തോക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണുവാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പിശാച് ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ 2 വചനങ്ങളും കർത്താവായ യേശുവിൽ പൂർത്തീകരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ പിതാവായ ദൈവം അവിടുത്തെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. ഇത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൽ മുട്ടുകൾ മടക്കുന്നതിനും പിതാവായ ദൈവത്തെ രക്ഷകനായിട്ട് സ്തുതിക്കുന്നതിനും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഇന്ന് സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ച് കേട്ടു, പിശാചുക്കൾ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ദയവായിട്ട് പാതാളത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് വിടരുത്. നരകമാണ് പിശാചിന് ഏറ്റവും പേടിയുള്ള സ്ഥലം. യേശുക്രിസ്തുവാണ് പിശാച് ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തി. അതുകൊണ്ട്
യേശു പറഞ്ഞാൽ പിശാച് വിട്ടുപോകേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും. യേശുക്രിസ്തു അനേക വ്യക്തികളിൽ നിന്ന് പിശാചുകളെ പുറത്താക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തുടർന്ന് യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് പിശാചുകളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമൊക്കെയുള്ള അധികാരം നൽകി. ആ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലന്മാർ അനേക രോഗികളെ സുഖപ്പെടുത്തുന്നതും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതുമൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലശേഷവും ഓരോരോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകരിലൂടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, പിശാചുകളെ പുറത്താക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ നമ്മളെയോ നമ്മുടെ ഭവനങ്ങളെയോ വസ്തുവകളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ ബന്ധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ദുഷ്ടാരൂപികളെയും യേശുവിൻ്റെ അത്യുന്നതമായ നാമത്തിൽ നമ്മൾ ബന്ധിച്ച് പുറത്താക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലൊരു വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമ്മുടെ ഭവനത്തിൽ, വസ്തുവകളിൽ, തൊഴിൽ മേഖലകളിൽ, കുടുംബജീവിതത്തിൽ പല മേഖലകളിലും ഉണ്ടാകാം എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മേലോ നമ്മുടെ ഭവനത്തിൻ്റെ മേലോ കുടുംബാംഗങ്ങളുടെ വസ്തുവകളുടെ മേലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സർവ്വത്തിൻ്റെ മേൽ അവൻ അധികാരമുണ്ട്. പിശാചിൻ്റെ മേൽ, രോഗങ്ങളുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ അവൻ അധികാരമുണ്ട്. കർത്താവേ, ആ അധികാരം ഈ രാത്രിയിൽ ഞങ്ങളെ വിമോചിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കാൻ വേണ്ടി, ഞങ്ങളുടെ പൈശാചിക പീഠകളെ ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം നിങ്ങളുടെ മേൽ വിശുദ്ധ ജലം തളിക്കും. ആ വിശുദ്ധ ജലം തളിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ വിശുദ്ധ ജലം അവിടുത്തെ തിരുരക്തമാകട്ടെ, അവിടുത്തെ തിരുരക്തമാകട്ടെ വിശുദ്ധ ജലം. ആ തിരുരക്തത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ ബന്ധനങ്ങളും ഇന്ന് തകരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ തകരട്ടെ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, കുടുംബജീവിതത്തിൽ, തൊഴിൽ മേഖലയിലുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക. കർത്താവായ യേശു പീഡകൾ സഹിച്ച് മരിച്ച് സകല തിന്മകളെയും പിശാചിനെയും കീഴടക്കിയ ഈ ക്രൂശിത രൂപം എൻ്റെ കരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ നാമം വിളിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലുക. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനമായ യേശു ക്രിസ്തുവിൻ്റെയും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ റഫായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ യൂദ തദേവുസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും ഉന്നത രക്തസാക്ഷികളായ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും വിശുദ്ധ അന്തോണിയോസിൻ്റെയും വിശുദ്ധ ആഗസ്തോനിയോസിൻ്റെയും വിശുദ്ധ ജോൺ മരിയ ബിയാനിയുടെയും വിശുദ്ധ പാദ്രോ പിയായുടെയും വിശുദ്ധ ബ്രൂണോയുടെയും മറ്റെല്ലാ സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചു
നിങ്ങളെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഭവനത്തെയോ വാഹനങ്ങളെയോ പറമ്പിനെയോ കൃഷിയിടങ്ങളെയോ വളർത്തുമൃഗങ്ങളെയോ ബന്ധുമിത്രാദികളെയോ അവരുടെ ഭവനങ്ങളെയോ വസ്തുവകളെയോ ഉപദ്രവിക്കുന്ന അഥവാ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും ഞാനിപ്പോൾ ബന്ധിച്ച് യേശുവിന്റെ കാൽക്കീഴിലേക്ക് അയക്കുന്നു. യേശു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഏറ്റെടുത്ത് അവരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് വന്ന എല്ലാ പൈശാചിക ശക്തികളെയും അവയുടെ സ്വാധീനങ്ങളെയും യേശുവിന്റെ അത്ഭുതകരവും ശക്തവുമായ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ഇനി ഒരിക്കലും ദുഷ്ടാരൂപികൾ നിങ്ങളെയോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരെയോ നിങ്ങളുടെ ഭവനങ്ങളെയോ വസ്തുവകളെയോ ഉപദ്രവിക്കാതിരിക്കട്ടെ. ദുഷ്ടാരൂപിയുടെ പ്രവർത്തന ഫലമായി നിങ്ങളിലേക്കോ നിങ്ങളുടെ കുടുംബത്തിലേക്കോ ബന്ധു വീടുകളിലേക്കോ ഉള്ള ശാരീരിക രോഗങ്ങൾ, മനോരോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പാപബന്ധനങ്ങൾ, വെറുപ്പ്, കുടുംബ തകർച്ച, സാമ്പത്തിക തകർച്ച, ആത്മഹത്യ പ്രവണത, ദാമ്പത്യ തകർച്ച, അന്ധവിശ്വാസങ്ങൾ, നിരീശ്വര ചിന്തകൾ, ഉത്കണ്ഠ, പക, മരണഭയം, അപകർഷതാബോധം, നിസ്സംഗത, മടുപ്പ്, മടി, അസൂയ, സാമ്പത്തിക തകർച്ച തുടങ്ങിയ എല്ലാ തിന്മകളും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അവയുടെ സ്വാധീനങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും യേശു നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. മാലാഖമാർ നിങ്ങൾക്ക് സംരക്ഷണവും കാവലും തരട്ടെ. യേശുവിന്റെ തിരുരക്തം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകളെയും വാഹനങ്ങളെയും പൊതുക്കി സംരക്ഷിക്കട്ടെ. യേശു നൽകുന്ന സമ്പൂർണമായ വിടുതലും രക്ഷയും നിങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവിന്റെ കരം നിങ്ങൾക്ക് സംരക്ഷണം തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. സകല വിശുദ്ധരും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കട്ടെ. നിങ്ങൾ ഭവനത്തിലോ യാത്രയിലോ ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ മറ്റെവിടെയോ ആയിരിക്കുമ്പോഴും മാലാഖമാർ നിങ്ങൾക്ക് സംരക്ഷണവും കാവലും തരട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നിങ്ങൾ കൂടുതൽ അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മന്നം, യേശുവേ ആരാധന. നസറായനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വാഹനങ്ങളും യാത്രകളും എല്ലാം വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറട്ടെ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറട്ടെ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. സാത്താന്റെ ശക്തിയും സാത്താന്റെ കോട്ടയും യേശുവിൻ നാമത്താൽ തകർന്നിടട്ടെ. സാത്താന്റെ ശക്തിയും സാത്താന്റെ കോട്ടയും യേശുവിൻ നാമത്താൽ തകർന്നിടട്ടെ. രാജാധിരാജനാം മിശിഹാനാഥ, നിൻ നാമം ഭൂമിയിലെങ്ങും നിറഞ്ഞിടട്ടെ. രാജാധിരാജനാം മിശിഹാനാഥ, നിൻ നാമം ഭൂമിയിലെങ്ങും നിറഞ്ഞിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറട്ടെ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറട്ടെ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ.
സാത്താന്റെ ശക്തിയും സാത്താന്റെ കോട്ടയും യേശുവിൻ നാമത്താൽ തകരട്ടെ. സാത്താന്റെ ശക്തിയും സാത്താന്റെ കോട്ടയും യേശുവിൻ നാമത്താൽ തകരട്ടെ. രാജാധിരാജനാം മിശിഹാനാഥ നിന്നാമം ഭൂമിയിലെങ്ങും നിറഞ്ഞിടട്ടെ. 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 കർത്താവേ, അവിടുത്തെ അത്യുന്നതമായ നാമം ഞങ്ങൾക്ക് രക്ഷയാണ് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഏറ്റു പറയുന്നു. ഇന്ന് അവിടുന്ന് ഞങ്ങൾക്കത് സംരക്ഷണത്തിന് വിമോചനത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ കരത്തിന് സംരക്ഷണത്തിന് മാലാഖമാരുടെ കാവലിനും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുമായി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും വസ്തുക്കളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ. Praise the Lord. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷങ്ങൾ അടച്ച് ഇരുകരങ്ങളും ഉയർത്തി ഇവിടെ സത്യമായും സന്നിഹിതനായിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശബ്ദമുയർത്തി ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, മനുഷ്യരായ നമ്മളെല്ലാവരും ബലഹീനരാണ്, ദൗർബല്യങ്ങളുള്ളവരാണ്. എന്നാൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ബലഹീനതകൾ ഉള്ളപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഞാൻ ബലവാനാണ് എന്നുള്ളതാണ്. ഉദാഹരണമായി, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം നമ്മൾ ആഗ്രഹിക്കാത്ത പല പാപങ്ങളിലും നമ്മൾ വീണുപോകുന്നു. ഞാൻ ഉത്കണ്ഠപ്പെടുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. കാരണം ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം എൻ്റെ പിതാവാണ്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെട്ടു പോകുന്നു. ഞാനൊരിക്കലും ഭയപ്പെടുകയില്ല. എന്തിനാ ഭയപ്പെടുന്നത്? ദൈവം എൻ്റെ കൂടെയില്ലേ, ഇമ്മാനുവേൽ, യേശു കൂടെയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭയമുള്ളവരാണ്. ആരോഗ്യമുള്ളവർ ഭയപ്പെടുന്നു, രോഗമുണ്ടാകുമോ, രോഗമുണ്ടായാൽ ഭയമുണ്ടാകുന്ന ഈ രോഗം സുഖപ്പെടുമോ? ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ഭയത്തിന് അടിമകളാണ്. സാരമില്ല, ദൈവം പിതാവായതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. ഒരു അപ്പന് മക്കളുടെ കുറവുകൾ എന്താണ് എന്നറിയാം. നമുക്കറിയാം, മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിലുള്ള കുറവുകളാണ് ഉള്ളത് എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് ആ മേഖലയിൽ പ്രത്യേകമായ ഒരു കരുതൽ നമുക്കുണ്ട്. പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളായ നമ്മളെക്കുറിച്ച്, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച്
ഒരു പ്രത്യേകമായ കരുതലുള്ളത് കൊണ്ട് നമുക്ക് ശക്തി ആവശ്യമാണ് എന്ന് പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ രക്ഷയുടെ വഴി. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം നമ്മുടെ ബലഹീനത തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശക്തി നൽകുവാൻ തീരുമാനിച്ചതാണ് നമ്മുടെ രക്ഷയുടെ വഴി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട, നമ്മുടെ ബലഹീനതകളെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ബലം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷങ്ങളിൽ ഉടനീളം ഈ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ മാലാഖ എന്താണ് പറയുന്നത്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞ ഉടനെ തന്നെ അടുത്ത സെന്റൻസ് ഗബ്രിയേൽ മാലാഖ പറയുന്നത് അത്യുന്നതൻ്റെ ശക്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പര്യായമാണ് എന്ത്? അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പിന്നീട് വായിക്കുകയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയയിലേക്ക് മടങ്ങിയെന്ന്. ആത്മാവിൻ്റെ ശക്തി യേശു സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത്, ലൂക്കാ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ നഗരം വിട്ടുപോകരുത്. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ, ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വളരെ അത്യാവശ്യമാണെന്ന് ദൈവത്തിൻ്റെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരാജയങ്ങൾക്കും കാരണം, വ്യക്തിപരമായ പരാജയത്തിന് കാരണം, കുടുംബത്തിലെ പരാജയത്തിന് കാരണം, സമൂഹം എന്ന നിലയിൽ പരാജയത്തിന് കാരണം, നമ്മളെ സഭയിൽ പരാജയത്തിന് കാരണം, നമ്മൾ ദുർബലരായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ ഈ ശക്തിക്ക് വേണ്ടി, അത്യുന്നതൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയോ ദാഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബലമുള്ളവരായി, ശക്തിയുള്ളവരായി തീരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പന്തക്കുസ്ത തിരുനാള് അടുത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ? യേശു ഉയർത്തെഴുന്നേറ്റ് 50 ദിവസം പൂർത്തിയായപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തില് അവിടെ കൂടിയിരുന്ന ഭയചകിതരായിരുന്ന, ബലമില്ലാതിരുന്ന, ബലഹീനരായിരുന്ന, ദുർബലരായിരുന്ന ശിഷ്യന്മാരുടെ മേൽ വന്നു നിറഞ്ഞതിന്റെ മനോഹരമായ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ പന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭയം അപ്രത്യക്ഷമായി, അവർ ധൈര്യമുള്ളവരായി യേശുവാണ് ഏക കർത്താവെന്ന് പ്രഘോഷിക്കുവാൻ അവര് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ബലഹീനരായിട്ടുള്ളവരെ ബലമുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ നാളുകളിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തില് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പന്തക്കുസ്ത തിരുനാൾ വരെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അതിനുശേഷവും പ്രാർത്ഥിക്കണം. ഞാനിപ്രകാരം യേശു നൽകിയ ഒരു വെളിപാട് വായിച്ചു. യേശു ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കിടക്ക വിട്ടു പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം അവിടെ ഇരുന്നു കൊണ്ട് ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്.
സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ബലഹീനരാണ്. നിങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഇറങ്ങുകയാണ്. ശത്രു നിങ്ങളെ ആക്രമിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു പ്രഭാതത്തിലും നിങ്ങൾ കിടക്ക വിട്ടു പോകരുത് എന്ന് യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും പ്രഭാതം മുതൽ രാത്രിയിൽ കിടക്കുന്നത് വരെ നമ്മുടെ മനസ്സിലൊരു സുഹൃതം പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, കടബാധ്യതകൾ ഉണ്ടാകും. ഉത്കണ്ഠപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അനേക സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും ഇതിന്റെയൊക്കെ മുകളിൽ നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യേശു കടലിന്റെ മീതെ നടന്നത് അന്ന് നടന്നൊരു അത്ഭുതമല്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമകനും ഓരോ ദൈവമകൾക്കും പ്രശ്നങ്ങളാകുന്ന കടലിന്റെ മീതെ നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തി പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തട്ടെ. നിസ്സാരരായ വ്യക്തികൾ, സാധാരണക്കാരായ വ്യക്തികൾ, ശത്രുവിനെ കീഴടക്കുവാൻ സാധിച്ച അതിശയകരമായ കഥ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞപ്പോൾ, അത്യുന്നതന്റെ ശക്തി കൊണ്ട് നിറഞ്ഞപ്പോൾ അവർ ബലമുള്ളവരായി കോട്ടകൾ കീഴടക്കുവാൻ സാധിച്ചതിന്റെ അത്ഭുതകരമായ രണ്ട് അനുഭവങ്ങൾ ഈ രാത്രിയിൽ ഞാൻ പങ്കുവയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പഴയ നിയമത്തില് യൂതിത്ത്. ആ സാഹചര്യം അവരെ വലിയൊരു ശത്രുവിന്റെ ഭീഷണിയുടെ മുമ്പിലാണ്. ഇസ്രായേൽ ജനം, നെബൂഖദ്നേസർ രാജാവ് വലിയൊരു പടയോട്ടം നടത്തുകയാണ്. നമ്മുടെ പണ്ട് ടിപ്പു പടയോട്ടം നടത്തിയതുപോലെ ലോകം മുഴുവൻ കീഴടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു ദൈവമില്ല, ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനാണ്. നെബൂഖദ്നേസർ രാജാവ് ലോകത്തിന്റെ ദൈവമാണ് സ്ഥാപിക്കുവാനുള്ള ഒരു പടയോട്ടം നടത്തുകയാണ്. ഇതിനു വേണ്ടി അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ചു പറഞ്ഞു, 1,00,000-ലധികം പടയാളികളെ ഒരുക്കുക, ലോകമെമ്പാടും പോവുക, ലോകം മുഴുവൻ കീഴടക്കുക. ഈ ദൗത്യവുമായി ഹോളോഫർണസിനെ അയക്കുക. അങ്ങനെ രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് ഹോളോഫർണസിന്റെ സൈന്യം ഇസ്രായേലിന്റെ അതിർത്തിയിലെത്തി. 1,00,000 സൈന്യമാണ് വന്ന് നിൽക്കുന്നത്. വളരെ പ്രബലരായിട്ടുള്ളവരാണ് വന്ന് നിൽക്കുന്നത്. ഇസ്രായേൽക്കാര് ഇത് കണ്ടപ്പോൾ അവർ ചെറിയൊരു ജനമാണ്, അവർക്ക് ചെറിയൊരു സൈന്യമേ ഉള്ളൂ. അവര് പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർക്ക് ഒരു ശക്തിയുണ്ട്, അവർക്ക് ഒരു ബലമുണ്ട്. അവർ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടിമകളും എല്ലാം ദൈവത്തിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അത് മാത്രവുമല്ല, അവരെന്ത് ചെയ്തു? ഉപവാസം പ്രഖ്യാപിച്ചു. അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. എന്താണ് പറയുന്നത്? കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അവർ പ്രാർത്ഥിച്ച ആ ദിവസം, പിറ്റേ ദിവസം ദൈവം അതിന് മറുപടി കൊടുത്തില്ല. പ്രാർത്ഥന കേട്ടു എന്നേ പറയുന്നുള്ളൂ. ദൈവം അവിടെ ഇടപെടുന്നില്ല, അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായി ഉറപ്പാണ് പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ജീവിക്കുന്നവനാണ്. മക്കളുടെ അപ്പനാണ് പിതാവ്. ഒരിക്കലും മക്കളുടെ നിലവിളി നിരസിക്കുവാൻ, കേൾക്കാതിരിക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ മറുപടിക്ക് കാലതാമസമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പൊ അവരൊരു കാര്യം ചെയ്തു. ഈ വലിയൊരു സൈന്യമാണ്, ഇവര് ഈ മലനിരകളാണ്.
അതുകൊണ്ട് ഇസ്രായേൽക്കാരെ അത്ര എളുപ്പത്തിൽ കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഈ ഹോളോഫർണസ്, അയാൾ നല്ല യുദ്ധ തന്ത്രജ്ഞനാണ്, മനസ്സിലാക്കി. അപ്പോൾ അവർ എളുപ്പ വഴി കണ്ടുപിടിച്ചു. എന്താണത്? ശത്രുവിനെ കീഴ്പ്പെടുത്തുവാനുള്ള എളുപ്പ വഴി എന്താ? ഉപരോധം ഏർപ്പെടുത്തുക. അപ്പോൾ ഈ ഇസ്രായേൽക്കാര് ശുദ്ധജലം സംഭരിക്കുന്ന വലിയൊരു അരുവി. അവിടെ നിന്നാണ് അവരുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവൻ കൊണ്ടുപോകുന്നത്. ഇവരുടെ പട്ടാളം ഈ അരുവിയുടെ ചുറ്റും വന്നു നിന്നു. ഇസ്രായേൽക്കാർക്ക് വെള്ളം നിഷേധിച്ചു. 34 ദിവസം ഈ ഉപരോധം തുടർന്നു. അവിടെ ഇസ്രായേൽക്കാർക്കുള്ള ടാങ്കുകളിലെ വെള്ളമൊക്കെ പറ്റി അവര് ദാഹിക്കുവാൻ തുടങ്ങി. പിന്നെ റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി. അവസാനം 34 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാഹം കൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുവാൻ തുടങ്ങി. ഈ സമയത്ത് ഇവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, സാധാരണ ജനങ്ങൾ അവർ പെട്ടെന്ന് ഇളകി മറിയുന്നവരാണ്. ഒരിക്കൽ നല്ല വിശ്വാസം, പിറ്റേ ദിവസം വിശ്വാസമില്ല. അങ്ങനെ ഇവരുടെ ഈ അവസ്ഥ അവർ മനസ്സിലായപ്പോൾ, പരാജയപ്പെടുമെന്നൊരു ചിന്ത അവർ വന്നപ്പോൾ, ഈ ജനങ്ങളെല്ലാം നേതാവിൻ്റെ അടുത്ത്, ഉസ്സിയയാണ് നേതാവ്, ഉസ്സിയയുടെ അടുത്ത് പറഞ്ഞു, ഇനി നമ്മൾക്ക് തുടരാൻ പറ്റുകയില്ല, ഈ രീതിയിൽ തുടരാൻ പറ്റുകയില്ല. ഇങ്ങനെ പോയാൽ നമ്മളെല്ലാവരും മരിച്ചു വീഴും. അതിനേക്കാൾ ഭേദം എന്താണ്? കീഴടങ്ങുക എന്നുള്ളത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഉസ്സിയ പറഞ്ഞു, അങ്ങനെ കീഴടങ്ങുന്നത് ശരിയല്ല. ഒരു 5 ദിവസം കൂടെ നമുക്ക് കാത്തിരിക്കാം. 5 ദിവസം കൂടെ കാത്തിരിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ 5 ദിവസം കൂടെ കൊടുത്തുകൊണ്ട് ഇവർ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരിയായ യുവതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുകയാണ്. ഈ ഉസ്സിയായിയുടെ അടുത്തേക്ക് ചെല്ലുവാൻ ദൈവത്തിൻ്റെ ദൂത് അദ്ദേഹത്തെയും ജനങ്ങളെയും അറിയിക്കുവാൻ വേണ്ടി അവളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകയാണ്. അവളൊരു വിധവയാണ്, ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയാണ്. അവൾ ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 5 ദിവസത്തേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ നിങ്ങൾ പരീക്ഷിക്കുകയാണോ? ദൈവത്തെ നിങ്ങൾ നിയന്ത്രിക്കുകയാണോ? നിങ്ങൾ ആരാണ് ദൈവത്തെ നിയന്ത്രിക്കാൻ? ദൈവത്തിന് 5 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും, ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കും. നമുക്കാർക്കും ദൈവത്തിൻ്റെ പദ്ധതിയെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ പരാജയപ്പെടുന്ന ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സാധാരണക്കാരിയായ ദുർബലയായ ഒരു വിധവ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്താണ് അവളുടെ പ്രാർത്ഥന? നിങ്ങൾ വായിക്കണം. യൂദത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യൂദത്തിന്റെ പുസ്തകം 9:9. അവൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, ലക്ഷ്യപ്രാപ്തിക്കായി എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ ലക്ഷ്യം സാധിക്കുവാൻ, എന്താണ് ലക്ഷ്യം? ശത്രുവിനെ പരാജയപ്പെടുത്തുക. ഞാൻ ഒരൊറ്റയാളേ ഉള്ളൂ. 1 ലക്ഷം വരുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തുവാനുള്ള എൻ്റെ ലക്ഷ്യം സാധിക്കുവാൻ എൻ്റെ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചപ്പോൾ അവൾ ആരായിത്തീർന്നു? അവൾ ദൈവത്തിൻ്റെ കയ്യിലെ ശക്തമായ ഒരു ഉപകരണമായി മാറി. പ്രൈസ് ദി ലോർഡ്. അവൾ ശത്രുവിൻ്റെ കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയുമ്പോൾ, ശത്രുവിൻ്റെ കവാടങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ സാധാരണക്കാരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് ധൈര്യപൂർവ്വം അവൾ കടന്നു ചെന്നു. പരിശുദ്ധാത്മാവിന്റെ ധൈര്യത്തോടെ കടന്നു ചെന്നു. അവൾ ഹോളോഫർണസിനെ വധിക്കുകയാണ് ആ രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൈന്യാധിപൻ വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ആ സൈന്യം മുഴുവൻ ഭയചകിതരായി, അവരുടെ ശക്തി ചോർന്നുപോയി, അവര് ചിതറി തിരിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരിയായ ദുർബലയായ ഒരു സഹോദരിയില്, ഒരു വിധവയില്, ഒരു സ്ത്രീയില് ദൈവത്തിന്റെ ശക്തി നിറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾക്ക് ഒരു സൈന്യത്തെ കീഴടക്കുവാൻ സാധിച്ചതിൻ്റെ മനോഹരമായ ഒരു രേഖാചിത്രം, നല്ലൊരു ചിത്രമാണ്
നമ്മൾ യൂഥത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. 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 ഒരു നിമിഷം നിങ്ങളുടെ ഇടതുകരം നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവേ, അത്യുന്നതൻ്റെ ശക്തിയെ എൻ്റെ മേൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തിരി മേഖലകളിൽ ബലഹീനതകളുണ്ട്. ബലഹീനതകളെ ഓർക്കാം. കർത്താവേ, എൻ്റെ ഭയത്തിലേക്ക്, എൻ്റെ ഉത്കണ്ഠയിലേക്ക്, എൻ്റെ രോഗങ്ങളിലേക്ക്, കർത്താവ് എൻ്റെ കടബാധ്യതയിലേക്ക്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠയിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. എല്ലാം മറന്നുകൊണ്ട് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പ്രതാപവാനായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. രാജാതിരാജനായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ കീഴടക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കീഴടക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അവിടുന്ന് കീഴടക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ. ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ബലത്താൽ നിറയ്ക്കണമേ. ആദിമസഭയിൽ പ്രവർത്തിച്ച അത്ഭുതം, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടുന്ന് കടന്നു വന്നുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ കണ്ണുകളടച്ച് അഭിഷേകം പകർന്നിടുക, ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം എനിക്ക് രാത്രിയിൽ നൽകണം. അഭിഷേകം പകർന്നിടുക, ശക്തിപ്പെടുത്തണമേ. പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര എന്നോട് കരുണ ശക്തികളെ കാണിക്കണമേ. ജയിക്കും ശത്രുവിന്റെ കോട്ടകളെ കീഴടക്കുവാനുള്ള അഭിഷേകം നൽകണമേ. അന്ധകാര ദൈവമകനായി, ദൈവമകളായി ജീവിക്കുവാൻ ബലമെനിക്ക് നൽകണമേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. Praise the Lord. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ദ ഫർഗോട്ടൺ ഗോഡ് എന്നാണ്. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുകയാണ്. ഈശോയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ആദിമസഭയിൽ അത്ഭുതകരമായി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ മറയപ്പെട്ടു പോയി, വിസ്മരിക്കപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ സഭയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ അത്ഭുതകരമായി നിറഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവൻ കീഴടക്കിയ, ഒരു അക്രൈസ്തവ രാജ്യത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കിയ ഒരു വനിതയുടെ ചരിത്രമാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത്. പാകിസ്ഥാനിലെ മദർ തെരേസ, അങ്ങനെ ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിൻ്റെ പേര് റൂത്ത് ഫൗ എന്നാണ്. പാകിസ്ഥാൻ ആദരിച്ച ഒരു സിസ്റ്റർ, പാകിസ്ഥാൻ പൗരത്വം നൽകിയ ഒരു സിസ്റ്റർ. അവർ ഭരിച്ചപ്പോൾ സ്റ്റേറ്റ് ബഹുമതികളോടെ പാകിസ്ഥാൻ്റെ പതാക പൊതിഞ്ഞുകൊണ്ടാണ് അവരെ അടക്കിയത്. അത്രമാത്രം ആ രാജ്യം മുഴുവനും ബഹുമാനത്തോടെ നോക്കിയ ഒരു സഹോദരി, സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. 1929 ജർമ്മനിയിലാണ് അവർ ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ അവരുടെ ഭവനം ബോംബിങ്ങിൽ തകർന്നു പോയി. ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് അവരുടെ കുടുംബം വെസ്റ്റ് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു. അവിടെ പച്ച പിടിച്ചു. അങ്ങനെ 1950കളിൽ ഈ റൂത്ത് ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹത്തോടെ മെഡിക്കൽ കോളേജിൽ ചേരുകയാണ്. അവർക്കൊരു ഭൗതികമായ സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. നല്ല കാശുണ്ടാക്കണം, സുഖമായി ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള സ്വപ്നത്തോടെ മെഡിക്കൽ ട്രെയിനിങ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ദൈവം
അത്ഭുതകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അവർ ഒരു ദിവസം ഒരു സഹോദരിയെ കണ്ടെത്തി. അവർ ഒരു ഡച്ച് വനിതയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നാൽ ഈ സഹോദരി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത? എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത? ക്രിസ്ത്യാനി എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹം കാണുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരോടും വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുവാൻ തയ്യാറുള്ളവനാണ് ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഈ ഡച്ച് വനിത. അവരുടെ ശേഷിച്ച ജീവിതകാലം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ റൂത്തിനെ കണ്ടെത്തി. ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യം ഈ റൂത്തിനെ സ്വാധീനിച്ചു. റൂത്ത് ചിന്തിച്ചു, ഇങ്ങനെ ഒരു ഡോക്ടറായി ജീവിച്ച് ഇവിടെ ഇഷ്ടം പോലെ പണമുണ്ടാക്കുവാനുള്ളൊരു സാധ്യത എനിക്കുണ്ട്, അതൊരു വഴിയാണ്. എന്നാൽ രണ്ടാമത്തെ വഴി, ഈ സഹോദരിയെ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുക, അത് രണ്ടാമത്തെ വഴിയാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണം? അവളിങ്ങനെ ആലോചിച്ചു. അവൾ മനസ്സിലാക്കി, ആത്യന്തികമായി നിലനിൽക്കുന്നത് അനശ്വരമായിട്ടുള്ള വഴി രണ്ടാമത്തെ വഴിയാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ 1957 അവളുടെ മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അവൾ ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഡോട്ടേഴ്സ് ഓഫ് ദ ഹാർട്ട് ഓഫ് മേരി, വിമല ഹൃദയത്തിൻ്റെ സഹോദരികൾ എന്ന ആ സന്യാസ സഭയിൽ ചേർന്ന് ഒരു സിസ്റ്റർ ആകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1960 സന്യാസ അധികാരികൾ ഈ സിസ്റ്റർ റൂത്തിന്, ഇപ്പോൾ സിസ്റ്റർ റൂത്താണ്, ഡോക്ടർ സിസ്റ്റർ റൂത്ത്, ഒരു ദൗത്യം നൽകിയാണ് ഇന്ത്യയിലേക്ക് പോവുക. ഇതിനു വേണ്ടിയാണ്. ഇന്ത്യയിൽ അക്കാലത്ത് അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു, ചികിത്സയില്ലാതെ മരിക്കുന്ന സാധുക്കളായ കുഷ്ഠരോഗികൾ. അവർക്ക് മെഡിക്കൽ സൗകര്യം എത്തിക്കുവാൻ വേണ്ടി ഈ ഡോക്ടറിനെ അവർ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് പാകിസ്ഥാൻ വഴിയാണ്, കറാച്ചി വഴിയാണ്. കറാച്ചിയിൽ വന്നപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നു, വിസയ്ക്ക് ഒരു തടസ്സം വന്നു, ഇന്ത്യയിലേക്ക് വരുവാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല എങ്കിൽ, വിസ ശരിയാകുന്നില്ലെങ്കിൽ, വിദേശത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ജോലി ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിലൂടെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ സിസ്റ്റർ റൂത്തിനെ കുറിച്ച് ദൈവത്തിന് മനോഹരമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തന മേഖല ഇന്ത്യയല്ല, പാകിസ്ഥാനാണ് എന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇവര് കറാച്ചിയിൽ തങ്ങി. ആ കറാച്ചിയിലെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു ചേരിയുണ്ട്, പാകിസ്ഥാനിലെ വലിയൊരു ചേരിയാണ്. ആ ചേരിയിലേക്ക് ഈ സിസ്റ്റർ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകുവാൻ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. അനേക കുഷ്ഠരോഗികൾ അവിടെ നരകിച്ചു കഴിയുകയാണ്. അവരെ ശുശ്രൂഷിക്കുവാൻ, വൈദ്യസഹായം നൽകുവാൻ അവിടെ ആരുമില്ല എന്ന് കണ്ടപ്പോൾ സിസ്റ്റർ തിരിച്ചറിഞ്ഞു, ഇതാണ് എൻ്റെ വഴി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ ചെയ്യേണ്ട ജോലി എന്ന് സിസ്റ്റർ തിരിച്ചറിഞ്ഞു. അവരുടെ ജീവിതം മുഴുവനും പാകിസ്ഥാനിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കണക്കനുസരിച്ച് ഈ സിസ്റ്റർ പാകിസ്ഥാനിൽ വരുമ്പോൾ 19,000 കുഷ്ഠരോഗികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ 10-20 വർഷത്തെ അധ്വാനം കൊണ്ട് അവർ മരിക്കാറായപ്പോൾ കുഷ്ഠരോഗികളുടെ എണ്ണം 500 കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരൊറ്റ സഹോദരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു സഹോദരി ഒരു രാജ്യത്ത് കടന്നു വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കടന്നു വന്നപ്പോൾ ആ രാജ്യത്തെ മുഴുവൻ, നിങ്ങൾ ഓർക്കണം, മുസ്ലിം രാഷ്ട്രമാണ്, ആ അക്രൈസ്തവ രാഷ്ട്രമാണ്, ആ രാജ്യത്തെ മുഴുവനും സ്വാധീനിക്കുവാൻ, ആ രാജ്യത്തെ മുഴുവനും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയ്ക്കുവാൻ സാധിച്ചു. അവർ 2017 ഓഗസ്റ്റ് 19 മരിക്കുന്നത്. മരിച്ചപ്പോൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു. മദർ തെരേസയ്ക്ക് ഇന്ത്യയിൽ നൽകിയ ബഹുമതി പോലെ അവർക്ക് സർവ്വ ബഹുമതികളോടും കൂടെയാണ് അവരെ കറാച്ചിയിൽ അടക്കിയത്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആരായിക്കൊള്ളട്ടെ, ഒരു സാധാരണ വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് വലിയൊരു സാക്ഷിയായി മാറുവാൻ സാധിക്കും.
നിങ്ങളുടെ ജീവിത മേഖലയിൽ കർത്താവിനെ നൽകുന്ന വ്യക്തിയായി മാറുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നിങ്ങളുടെ ശക്തി മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള വലിയൊരു കൃപ ദൈവം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ശാന്തമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഈ രാത്രിയിൽ നമുക്ക് നൽകിയ സന്ദേശത്തെ സ്വീകരിക്കാം. നമ്മളെല്ലാവരും ബലഹീനരാണ്. ഈ രാത്രിയിൽ ദൈവം അനുഗ്രഹങ്ങൾ വാരി വിതറുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഏറ്റുപറയണം. കർത്താവേ, ഞാൻ ബലഹീനനായ വ്യക്തിയാണ്, ഞാൻ ബലമില്ലാത്ത വ്യക്തിയാണ്. നമ്മളത് ഏറ്റുപറയുമ്പോൾ, സ്വയം എളിമപ്പെടുത്തുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തും. ഭയത്തിനടിമകളായ നമുക്ക് അത്ഭുതകരമായ ഒരു ദൈവവേദലിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉത്കണ്ഠകൾ, ഭയം, അസ്വസ്ഥതകളെല്ലാം മാറട്ടെ. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്താൽ നമ്മൾ നിറയട്ടെ. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്താം. ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ഇരുകരങ്ങളെയും ഉയർത്താം. ഈ കരങ്ങളിൽ നമുക്ക് കൊടുക്കുവാനുള്ളത് നമ്മുടെ കുറവുകളാണ്, നമ്മുടെ ബലഹീനതകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട്, സാമ്പത്തിക ബാധ്യതകളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, അവരുടെ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളുണ്ട്, ജോലി കിട്ടിയിട്ടില്ല. ഒത്തിരി മേഖലകളിൽ നമുക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളതാണ്. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് രാത്രിയിൽ നൽകണമേ. ബലഹീനനായനോട് കരുണ തോന്നണമേ, ബലഹീനയായനോട് കരുണ തോന്നണമേ. ഓ പരിശുദ്ധാത്മാവേ, രാജാതിരാജനായ പ്രതാപത്തോടെ വീണ്ടും എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളെയും ഉയർത്തി കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി ആരാധിക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുന്ന വാഗ്ദാനങ്ങളെ ഞങ്ങളെല്ലാ കുറവുകളിലേക്കും, എല്ലാ ബന്ധനങ്ങളിലേക്കും, എല്ലാ ചങ്ങലകളിലേക്കും അവിടുന്ന് കടന്നു വരണം. ബന്ധനങ്ങളെ അഴിക്കണമേ കർത്താവേ. മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഭാവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ, നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അടച്ച് പ്രാർത്ഥിക്കാം. അങ്ങേതായി മാറ്റണമേ. ആത്മാവേ, നീ മാറ്റണമേ, ആത്മാർത്ഥമായി എന്നെ പ്രാർത്ഥിക്കാം. നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ.